ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടലിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എൻട്രി ഗാലക്സി എന്ന കപ്പലിലെ നാവികർക്കെതിരെ എടുത്ത കേസും എഫ്ഐആറും റദ്ദു ചെയ്യണമെന്ന ഹർജിയിൽ വാദം പൂർത്തിയായി. കേസ് വിധി പറയാനായി മാറ്റിവെച്ചു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ ആരംഭിച്ച കൃഷി ദർപ്പൺ കാർഷിക പ്രദർശനം സിഫ് ഡയറക്ടർ ടി.കെ. ശ്രീനിവാസഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സഖാവ് പി. ഗംഗാധരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം വി.എസ്. അച്യുതാനന്ദന് എം.പി. വീരേന്ദ്രകുമാർ സമർപ്പിക്കുമെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് എം.വി. ബെന്നി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കടലിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എൻട്രി ഗാലക്സി എന്ന കപ്പലിലെ നാവികർക്കെതിരെ എടുത്ത കേസും എഫ്ഐആറും റദ്ദു ചെയ്യണമെന്ന ഹർജിയിൽ വാദം പൂർത്തിയായി. കേസ് വിധി പറയാനായി മാറ്റിവെച്ചു. കടലിൽ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന കേസുമായി ബന്ധപ്പെട്ട് 2 ഇറ്റാലിയൻ നാവികർ റിമാൻഡിലായ സംഭവത്തെ തുടർന്നാണ് എഫ്ഐആർ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാവികരും കപ്പൽ ഉടമയും ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ത്യൻ നിയമം അനുസരിച്ചാണ് കേസ് എടുത്തതെന്നും എഫ്ഐആർ റദ്ദ് ചെയ്യാനാകില്ലെന്നും അഡ്വക്കേറ്റ് ജനറൽ കെ.പി. ദണ്ഡപാണി കോടതിയിൽ വാദിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരായ വക്കീൽ ഹർജിക്കാർക്ക് വേണ്ടി വാദിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ വാദം ചൊവ്വാഴ്ച പൂർത്തിയായതിനെ തുടർന്നാണ് കേസ് വിധി പ്രസ്താവിക്കാൻ വേണ്ടി കോടതി മാറ്റിവെച്ചത്. ഇതിനിടെ സംഭവം നടന്നത് ഇന്ത്യൻ അതിർത്തിയിലല്ലെന്ന വാദവുമായി ഇറ്റാലിയൻ അധികൃതർ വീണ്ടുമെത്തി. ക്യാപ്റ്റന്റെ സമ്മതമില്ലാതെയാണ് കപ്പലിലെ ഗാർഡുകൾ വെടിവെച്ചതെന്ന് കണ്ടെത്തിയതായി മർക്കന്റൈൽ മറൈൻ വകുപ്പും കോടതിയിൽ റിപ്പോർട്ട് നൽകി. മത്സ്യബന്ധന ബോട്ടിൽ നിന്നും കടൽക്കൊള്ള ഭീഷണിയൊന്നും ഉയർന്നിരുന്നില്ലെന്നും പ്രകോപനമൊന്നും ഇല്ലാതെയാണ് നാവികർ വെടിവെച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളുടെ റിമാൻഡ് ഏപ്രിൽ 2 വരെ നീട്ടി. സംഭവത്തിന് ശേഷം കപ്പൽ കൊച്ചിയിലെ കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ ആരംഭിച്ച കൃഷി ദർപ്പൺ കാർഷിക പ്രദർശനം സിഫ് ഡയറക്ടർ ടി.കെ. ശ്രീനിവാസഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളും കാർഷിക വിജ്ഞാനവും മാധ്യമങ്ങളുടെ സഹായത്തോടെ സാധാരണക്കാരിലേക്കും കർഷകരിലേക്കും എത്തിക്കുന്ന കൃഷി ദർപ്പൺ പ്രദർശനത്തിന് പള്ളുരുത്തിയിൽ തുടക്കമായി. സിഫ് ഡയറക്ടർ ഡോക്ടർ ടി.കെ. ശ്രീനിവാസഗോപാൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. In fact, in the 12th plan and also in every plan you may find that there will be planning commission has given lot of money particularly for this sector, agriculture and also the defense sector. Even the 12th plan they are going to have more allocation for agriculture. Over the years, as all of you know that our Indian Council of Agriculture Research has been. കൊച്ചി നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് കെ.എൻ. സുനിൽകുമാർ അധ്യക്ഷനായി. കർഷകരുമായുള്ള ക്ലാസുകൾക്കും സംവാദങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. കർഷക സമ്പദ്ഘടനയാണ് ഓരോ സമൂഹത്തിൻ്റെ. ഡോക്ടർ എം. പത്മകുമാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലാലി, ഡോക്ടർ ആശാലത, ഡോക്ടർ ഗീതാലക്ഷ്മി, ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. സ്വിഫ്റ്റ് പള്ളുരുത്തിയിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന കാർഷിക സാങ്കേതിക പ്രദർശനം ശ്രദ്ധേയമാകുന്നു. കാർഷിക ഫിഷറീസ് മേഖലകളിൽ നടക്കുന്ന ഗവേഷണങ്ങൾ കർഷകരുമായി പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കൃഷി ദർപ്പൺ 2012 എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ 13 സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കയർ ബോർഡ്, റബ്ബർ ബോർഡ്, സ്വദേശി സയൻസ് മൂവ്മെന്റ്, NAID, CMFRI, കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളാണ് പ്രദർശനത്തിലുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി, ചേന, കാച്ചിൽ, ശീമക്കിഴങ്ങ്, കൂവ, ഇടിക്കിഴങ്ങ്, ചേമ്പ് തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളാണ് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രത്തിന്റെ സ്റ്റാളിലുള്ളത്. വിവിധ ഇനം മത്സ്യങ്ങളും ഉണക്കമീൻ തുടങ്ങിയവയും പ്രദർശനത്തിലുണ്ട്. ആധുനിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്ന ക്ലാസുകളും പ്രദർശനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രദർശനം ബുധനാഴ്ച വൈകിട്ട് സമാപിക്കും. സഖാവ് പി. ഗംഗാധരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം വി.എസ്. അച്യുതാനന്ദന് എം.പി. വീരേന്ദ്രകുമാർ സമർപ്പിക്കുമെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് എം.വി. ബെന്നി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PG ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച പ്രഥമ പി. ഗംഗാധരൻ സ്മാരക പുരസ്കാരം മാർച്ച് 25-ാം തീയതി രാവിലെ 10 മണിക്ക് പള്ളുരുത്തി SN ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദന് MP. വീരേന്ദ്രകുമാർ സമ്മാനിക്കുമെന്ന് M.V. ബെന്നി പറഞ്ഞു. ഗാന്ധിജിയുടെ അനുയായിയായും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായും പൊതുരംഗത്ത് എത്തിയ പി. ഗംഗാധരൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ
രണ്ടാമത്തെ മിശ്രഭോജനം നടന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആദ്യ യോഗം പിണറായിയിലെ പാറപ്പുറത്ത് ചേരുമ്പോൾ കൊച്ചിയിൽ നിന്നും സഖാവ് പി ഗംഗാധരനും ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. കൊച്ചിയിലെ ആദ്യ തൊഴിലാളി സമരമായ ടിൻ ഫാക്ടറി സമരത്തിന് നേതൃത്വം നൽകിയത് പി ഗംഗാധരനും പ്രശസ്ത സാഹിത്യകാരനായിരുന്ന പി കേശവദേവും ചേർന്നായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും SNDPയിലും തുടർന്ന് SRPയിലും പ്രവർത്തിച്ചിരുന്ന പി ഗംഗാധരന്റെ ജീവിതം അവിസ്മരണീയമായിരുന്നെങ്കിലും PGയുടെ മരണശേഷം കാര്യമായ അനുസ്മരണം ഒന്നും നടന്നില്ല. കഴിഞ്ഞ വർഷമാണ് പി ഗംഗാധരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പള്ളുരുത്തിയിൽ ഒരു അനുസ്മരണ സമ്മേളനം നടന്നത്. ഇതിന്റെ തുടർച്ചയായി രൂപവൽക്കരിച്ച സംഘടനയാണ് പി ഗംഗാധരൻ ഫൗണ്ടേഷൻ എന്നും MV ബെന്നി പറഞ്ഞു. ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരദാന സമ്മേളനം പ്രശസ്ത സംഗീതജ്ഞൻ MK അർജുനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ ഈ കൊച്ചി പ്രദേശം കേരളത്തിന് സംഭാവന നൽകിയ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു പി ഗംഗാധരൻ. അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച ഒരു ദേശീയവാദി ആയിരുന്നു. അതിനുശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക യോഗം പിണറായിയിലെ പാറപ്പുറത്ത് ചേരുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ഒരു വലിയ ഗാന്ധിയൻ പാരമ്പര്യം, പിന്നീട് ഒരു വലിയ ദീർഘകാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന പാരമ്പര്യം. അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായിരുന്നു. പിന്നീട് പാർട്ടിയിൽ പിളർപ്പുണ്ടായപ്പോൾ അദ്ദേഹം CPMന്റെ ഭാഗത്തായിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പള്ളുരുത്തിയിലെ MLAയുമായിരുന്നു. വെസ്റ്റ് കൊച്ചി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ഭാരവാഹികളായ ആശാ രവീന്ദ്രൻ, KV സഞ്ജീവ്, VL മോഹനൻ, KG അനിയൻ എന്നിവരും പങ്കെടുത്തു. സാധാരണ കുടിവെള്ള സംഭരണികൾ വീടുകളിൽ സ്ഥാപിക്കുമ്പോൾ ചെല്ലാനം പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ള സംഭരണികൾ റോഡരികിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പൈപ്പിലൂടെയുള്ള കുടിവെള്ളം കിട്ടാക്കനിയായ ചെറിയ കടവിൽ ടാങ്കർ ലോറിയിൽ നിന്നുള്ള വെള്ളം ശേഖരിക്കാനാണ് റോഡരികിൽ ഓരോ വീട്ടുകാരും സിൻടെക്സ് ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ചെല്ലാനം പഞ്ചായത്തിലെ ഗണപതികാട് പ്രദേശത്തുള്ളവർ കുടിവെള്ളം കിട്ടാതെ 5 ദിവസങ്ങളായി സത്യാഗ്രഹ സമരത്തിലാണ്. ഭാഗങ്ങളിലും വേനലായതോടെ കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുമ്പോഴാണ് റോഡരികിൽ കുടിവെള്ള സംഭരണികൾ സ്ഥാപിച്ച് ചെറിയകടവ് നിവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. കാട്ടിപ്പറമ്പ് മുതൽ കണ്ണമാലി വരെ നിരവധി വാട്ടർ ടാങ്കുകളാണ് ഓരോ വീട്ടുകാരുടേതുമായി റോഡരികിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവിടെ ടാങ്കർ ലോറികളെത്തി കുടിവെള്ളം നൽകുന്നത്. ഈ കുടിവെള്ളം ടാങ്കുകൾ ശേഖരിച്ച് ആവശ്യത്തിന് മാത്രം വീടുകളിലേക്ക് കൊണ്ടുപോയി ഉപയോഗിക്കുകയാണ് ചെറിയ കടവ് നിവാസികൾ. 1000 രൂപ മുതൽ 2000 രൂപ വരെ വിലയുള്ള സിൻടെക്സ് ടാങ്കുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ പൈപ്പിലൂടെ കുടിവെള്ളം എത്തുന്നില്ലെങ്കിലും ഇവർക്ക് അതൊന്നും പ്രശ്നമാകുന്നില്ല. ചെല്ലാനത്തെ മറ്റു പ്രദേശങ്ങളിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തുമ്പോൾ ഉണ്ടാകാറുള്ള വഴക്കും സംഘർഷവും ഒന്നും ചെറിയ കടവിലില്ല. ഇവിടെ തീർത്തും സമാധാനപരമായാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത്. ചെല്ലാനം പഞ്ചായത്തിലെ ചെറിയ കടവിലെ മത്സ്യത്തൊഴിലാളിയുടെ വീട് തകർന്നു വീണു. പുത്തമ്പുരയ്ക്കൽ ജോയിയുടെ വീടാണ് തകർന്നു വീണത്. ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസമാണ് ചെറിയകടവ് കമ്പനിപ്പടിക്ക് സമീപം താമസിക്കുന്ന മത്സ്യത്തൊഴിലാളിയായ ജോയിയുടെ വീട് തകർന്നു വീണത്. വീട്ടിൽ നിന്ന് എല്ലാവരും കണ്ണമാലിപ്പള്ളിയിലെ നേർച്ചതയിൽ പങ്കെടുക്കാൻ പോയ നേരത്താണ് വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. കുറച്ചു ദിവസങ്ങളായി വീടിന്റെ ഭിത്തികളിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വീട് തകർന്നു വീണതിന് ശേഷം ഭാര്യ തങ്കയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത്. ശേഷിച്ച ഭാഗം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം എന്ന അവസ്ഥയിലാണ്. മത്സ്യഫെഡിൽ നിന്ന് 35,000 രൂപ വായ്പയെടുത്തും 20,000 രൂപ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തും തങ്കയുടെ ആഭരണങ്ങൾ വിറ്റുമാണ് ഇവർ 15 വർഷം മുമ്പ് ഈ വീട് വെച്ചത്. ഇതുവരെ ലോൺ അടച്ചു തീർന്നിട്ടില്ല. ഉണ്ടായിരുന്ന വീട് കൂടി തകർന്നതോടെ തീർത്തും നിരാലംബമായിരിക്കുകയാണ് ഈ കുടുംബം. പ്രധാന വാർത്തകൾ വീണ്ടും. കടലിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എൻട്രി ഗാലക്സി എന്ന കപ്പലിലെ നാവികർക്കെതിരെ എടുത്ത കേസും FIRഉം റദ്ദു ചെയ്യണമെന്ന ഹർജിയിൽ വാദം പൂർത്തിയായി. കേസ് വിധി പറയാനായി മാറ്റിവെച്ചു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ ആരംഭിച്ച കൃഷി ദർപ്പൺ കാർഷിക പ്രദർശനം സിഫ് ഡയറക്ടർ TK ശ്രീനിവാസഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സഖാവ് പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം VS അച്യുതാനന്ദന് MP വീരേന്ദ്രകുമാർ സമർപ്പിക്കുമെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് MV ബെന്നി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.